എല്ലാവർക്കും റെയിൽവേ സുതനിക്കത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് കണ്ണൂരിൽ നിന്ന് ഷൊർണൂരിക്ക് മംഗലാപുരം ചെന്നൈ മെയിലിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ട്രാക്കിലായിട്ട് നമ്മൾ ഇന്നലെ വന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ 4 മണിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചേരം കൂടി ഉള്ളൂ നമ്മുടെ ട്രെയിൻ വരാൻ. അപ്പോൾ ഞങ്ങളിവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് വന്ദേ ഭാരതാണ്. ഇവർ വന്ദേ ഭാരത് തൊട്ടു കേട്ടോ. അപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. കുറച്ച് മുമ്പ് വന്ദേ ഭാരത് പോയിരുന്നു, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്. ട്രെയിനിൽ കാണാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ട്രെയിൻ വരുമ്പോൾ ഞങ്ങളുടെ കോച്ച് B1 ആണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന ട്രെയിൻ പറഞ്ഞല്ലോ മംഗലാപുരം ചെന്നൈ മെയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഷൊർണൂർ വരെയാണ് യാത്ര ചെയ്യുന്നത്. ഈ വലിയച്ഛനും വലിയമ്മയും പാലക്കാട് കേട്ടോ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര തിരക്കുണ്ട്. ഏതൊക്കെ ഒരു ട്രെയിൻ വരാണ്ട് നല്ല തിരക്കുണ്ട് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം, ഇത് 3ാമത്തെ പ്ലാറ്റ്ഫോം. ഇവരുടെ ടോട്ടൽ 5 പ്ലാറ്റ്ഫോമാണുള്ളത് കണ്ണൂർ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഷൊർണൂരിൽ നിന്ന് കണ്ണൂരിക്ക് നമ്മുടെ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സിന് വന്നത്. അപ്പോൾ അതാ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 9:45 ഇവിടെ എത്തിയിട്ട് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു ട്രെയിൻ റൈറ്റ് ഷെയർ ഉണ്ട് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സിൽ. നിങ്ങൾക്കിവിടെ കാണാവും. ആ യശ്വന്ത്പൂരിൽ നിന്ന് കണ്ണൂരിക്ക്, ബീദാറിൽ നിന്ന് യശ്വന്ത്പൂരിൽ നിന്ന് ലത്തൂരിക്ക് ഇപ്പോൾ റൈറ്റ് ഷെയറിങ് ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് ഷെയറിങ് എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഗെയ്സ് ഇത് ഗുഡ്സ് ആണ് കേട്ടോ. ബാഗ് 9 ആണ്. ഗുഡ്സ് ആയിരുന്നു ഇത്. ഞങ്ങളുടെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റാണ് കേട്ടോ. EQWL പൂൾഡ് കോട്ട വെയിറ്റിംഗ് ലിസ്റ്റ്. ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. താമ്പരം മംഗലാപുരം എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. താമ്പരം മംഗലാപുരം എക്സ്പ്രസ് ആണ്. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. താമ്പര മംഗലാപുരം എക്സ്പ്രസ്. ഞങ്ങൾക്ക് 2 കോച്ചായിട്ടാണ് യാത്ര ചെയ്യാൻ പറ്റുക. B3യിലും B1ലാണ് ഞങ്ങളുടെ കോച്ച്. B3യിലും B1ലും. അപ്പോൾ 2 പേരെങ്കിലും മിനിമം B3യിലും കുറച്ച് പേരെങ്കിലും മിനിമം B1ലും ഇരിക്കേണ്ടി വരും. എടുക്കാൻ പോവാണ് കേട്ടോ താമ്പരം മംഗലാപുരം എക്സ്പ്രസ്. ഇതൊക്കെ സ്ലീപ്പറാണ് കേട്ടോ. എടുത്തു. നമുക്ക് ട്രെയിൻ പോണതിൻ്റെ ഒരു വീഡിയോ എടുക്കാം കേട്ടോ ഗീസ്. അനൗൺസ്മെൻറ്റ് തുടങ്ങി കണ്ണൂർ. ഇതേ അനൗൺസ്മെൻറ്റ് ശബ്ദമാണ് ഒറ്റപ്പാലം ഉള്ളത്. ഞങ്ങളുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. എന്താപ്പാ നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷനാണ്. നമ്മുടെ ട്രെയിൻ പോയി. നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷനാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. കോച്ച് പൊസിഷൻ ഗെയ്സ് നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് അല്ലല്ല, എറണാകുളം ഹസരത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപിൻ്റെയാണ്. നമ്മുടെ ട്രെയിനിൻ്റെ അല്ല അനൗൺസ്മെൻറ്റ്. കണ്ടോ, മംഗള ലക്ഷദ്വീപിൻ്റെ അല്ലാതെ നമ്മുടെ മെയിലിൻ്റെ അല്ല. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന അനൗൺസ്മെൻ്റ് ചെയ്യാണ്.
എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ഒരു സൈഡിൽ നിന്ന് വരണേന്ന്. വന്ദേഭാരത് വരുന്ന വീഡിയോ ഞാൻ അച്ഛൻ്റെ ഫോണിലാണ് എടുത്തത്. അപ്പോൾ അച്ഛൻ്റെ ഫോണിലാണ് ഞാൻ വന്ദേഭാരത് വരുന്ന വീഡിയോ എടുത്തത്. ഇത് അമ്മയുടെ ഫോണിലാണ് ഞാൻ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ ആണ് കേട്ടോ, മെയിലിൻ്റെ. അല്ലാണ്ട് മംഗളലക്ഷദ്വീപിൻ്റെ അല്ല, മെയിലിൻ്റെയാണ്. കണ്ടോ, നമ്മുടെ മെയിലിൻ്റെയാണ്. ഗെയ്സ് മംഗളലക്ഷദ്വീപ് കയറി വരുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. ദൂരത്തുനിന്ന് വരണുണ്ടോ, ക്ലിയർ ആവണ്ടേ അല്ലേ ഗെയ്സ്? ട്രെയിൻ വരുന്നുണ്ട്, മംഗളലക്ഷദ്വീപ് വരുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. അധികം തരതാ വരുന്നുണ്ട് കേട്ടോ മംഗളലക്ഷദ്വീപ്. വാപ്പ് 7 ആണ്. ലാലാഗൂഡ ലോക്കോ ഷെഡാണ്. ലാലാഗൂഡ ലോക്കോ ഷെഡാണ്. വാപ്പ് 7 ആണ് കേട്ടോ. നല്ല സ്പീഡിലാണല്ലോ ട്രെയിൻ എത്തണേ. A2 M1 എക്കണോമി, ഇത് എക്കണോമി M2. ഇതിനവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇത് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണ് കേസ് ബോർഡ്. ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. നമ്മുടെ ട്രെയിനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു കേട്ടോ, വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ലോക്കമാണ് നോക്കാം. 22294 ഗെയ്സ് ഈരോഡ് ലോക്കോ ഷെഡാണ്. വാപ്പ് 4 ആണ് കേട്ടോ ഈരോഡ് ലോക്കോ ഷെഡിൻ്റെ. നമ്മുടെ ട്രെയിനാണ്, ഉറപ്പിച്ചു. ഇതിന് റേക്ഷറിങ്ങുണ്ട് വെസ്റ്റ് കോസ്റ്റ് ആയിട്ട്. അപ്പം നമുക്കിനി ട്രെയിനിൽ കയറിയിട്ട് കാണാം കേട്ടോ ഗെയ്സ്. ട്രെയിനിൽ കയറിയിട്ട് കാണാൻ കേട്ടോ. നിങ്ങൾ ട്രെയിനിലിരുന്നു കേട്ടോ. എന്താ ഗ്ലാസ്സിലൊക്കെ നല്ല ചളിയാണ്, വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് ഏതൊക്കെ ഒരു ട്രെയിൻ വന്നു കേട്ടോ. ഏതാ ട്രെയിൻ നോട്ടോ, മനസ്സിലാവില്ല ഏതാ ട്രെയിൻ കേട്ടോ. എനിക്ക് മനസ്സിലാവില്ല ഏതാ ട്രെയിനിന്ന്. നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ, നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ ഗീസ്. തൃശ്ശൂരുകാർക്ക് എടുക്കേണ്ടി വീഡിയോ. തൃശ്ശൂരുകാരെ എടുക്കുവോ? ഷൊർണൂര് അതുവർക്കും വീഡിയോ എടുക്കുവോ? കണ്ണൂരിൽ നിന്ന് എടുത്തു കേട്ടോ. വീഡിയോ എടുക്കുക, വീഡിയോ ആണ്. വീഡിയോയിൽ വർത്താനം വേണ്ടേ? ട്രെയിൻ എടുത്തപ്പോൾ തന്നെ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ട്രെയിന്. കുഞ്ഞെണീറ്റു കേട്ടോ. അടുത്ത സ്റ്റോപ്പ് തലശ്ശേരിയാണ് കേട്ടോ. അടുത്ത സ്റ്റോപ്പ് തലശ്ശേരിയാണ്. ധർമ്മദം സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ സ്കിപ്പിംഗ് ആണ്. ഗീസ് തലശ്ശേരി എത്തി കേട്ടോ. തലശ്ശേരി എത്തി കേട്ടോ. ഗ്ലാസ് ഒട്ടും ക്ലിയർ അല്ല കേട്ടോ, ഒരു വൃത്തിയില്ല. ഗീസ് കുറേ നേരമായിട്ടോ തലശ്ശേരി പിടിച്ചു നിർത്തണു. എന്താണെന്ന് അറിയില്ല, ക്രോസിങ്ങിനാണ് തോന്നുന്നു കേട്ടോ. കുറേ നേരം 10 മിനിറ്റ് ഇവിടെ പിടിച്ചു നിർത്തണു. 10 പരശുരാം എക്സ്പ്രസ് ആണ് കേട്ടോ. നാഗർകോവിൽ മംഗളൂരു പരശുരാം എക്സ്പ്രസ് ആണ്. പരശുരാം ഈ സൈൻ്റെ അപ്പുറത്ത് ബീച്ചാണ് കേട്ടോ. ആ ഒരു ബ്ലൂ സാധനം കണ്ടേ, അത് ബീച്ചാണ് കേട്ടോ. ബീച്ച് ഏതൊക്കെ ഒരു ട്രെയിനാണ് കേട്ടോ, മനസ്സിലാവില്ല, പെട്ടെന്നാണ് പോണത്. നമ്മുടെ ഈ ഒരു ട്രെയിനിൻ്റെ നമ്പർ 12602 ആണ് കേട്ടോ. നമ്മുടെ മംഗലാപുരം ചെന്നൈ മെയിൽ എക്സ്പ്രസ് B1 കോച്ചിലാണ് കേട്ടോ. B1 തീറ്റയാണ് കേട്ടോ, പോപ്കോൺ കുഞ്ഞി. ഏത് റിവാണോ നോക്കട്ടെ.
ഗേസ് അത് മാഹി റിവർ ആയിരുന്നു, മാഹി റിവർ. ഗേസ് അടുത്ത സ്റ്റോപ്പ് മാഹി ആണ് കേട്ടോ, മാഹി റെയിൽവേ സ്റ്റേഷൻ. മാഹി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു ഗുഡ്സ് ആണ് കേട്ടോ. ഗേസ് മാഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് എടുത്തു. ഗേസ് ഈ ഒരു ഗുഡ്സിൻ്റെ ലോക്ക് വാഗൺ ആയാലായിരുന്നു കേട്ടോ. അടുത്ത സ്റ്റോപ്പ് വടകരയാണ് കേട്ടോ ഗേസ്. അടുത്ത സ്റ്റോപ്പ് വടകരയാണ്. അത് കഴിച്ചാലുണ്ടാകുന്ന സ്വാദും ഒന്നാണ്. ഒരു മിനിറ്റ് ഗേസ്, വടകര എത്തിയിട്ടോ. വടകര റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് BDJ എന്നാണ്. ഇവിടെ ടോട്ടലി 3 പ്ലാറ്റ്ഫോമാണ്. വടകര എത്തിയിട്ടോ. അടുത്ത സ്റ്റോപ്പ് കൊയിലാണ്ടിയാണ്. വടകരയിൽ നിന്ന് എടുത്തു കേട്ടോ, വടകര റെയിൽവേ സ്റ്റേഷനിൽ. അടുത്ത സ്റ്റോപ്പ് ഒരു കൊയിലാണ്ടി. ഗേസ് ഒരു ഗുഡ്സ് ആണ് കേട്ടോ, ഗുഡ്സ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങണം. അപ്പോൾ കുറച്ച് നേരത്തേക്കുള്ള സ്റ്റേഷൻസ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ഈ കോഴിക്കോടൊക്കെ കാണിച്ചില്ല. ഇതാ ഏതൊക്കെ ഒരു ട്രെയിനാണ് കേട്ടോ. മനസ്സിലാവുന്നില്ല, എല്ലാ ട്രെയിനും ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങുകയാണ്. അപ്പോൾ കോഴിക്കോട് എത്തുമ്പോഴേക്ക് എന്താ കാണുള്ളൂ. അടുത്ത സ്റ്റോപ്പിന് കൊയിലാണ്ടിയാണ്. പിന്നെ കോഴിക്കോട് പരപ്പനങ്ങാടി ഒക്കെയാണ് സ്റ്റോപ്പ് ഇട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങാൻ പോവാണ്. ക്ലിയർ ഗ്ലാസ് കിട്ടിയിട്ടോ. മറ്റേത് ഭയങ്കര ചളിയായിരുന്നു, ഇതൊന്ന് ഭയങ്കര ക്ലിയർ ആണ് കേട്ടോ. ഇതാ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഇവിടെ ആള്. എന്തിനാ വല്യമ്മ കരയണേ? ഇത് എമർജൻസി സംഭവമാണ്. ഒരു തീപിടുത്തൊക്കെ ഉണ്ടായി ഇങ്ങനെ ഒച്ചട്ടി ഇങ്ങനെ വലിച്ചാൽ മതി, പൊട്ടിച്ചാൽ മതി. എമർജൻസി. അങ്ങനെ ഞാൻ ഉറക്കൊക്കെ കഴിഞ്ഞു. വടകര കഴിഞ്ഞിട്ട് പിന്നെ കൊയിലാണ്ടി ഉള്ളൂ സ്റ്റോപ്പ് ഇട്ടോ. അപ്പോൾ അതാ കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്ററും കൂടി ഉള്ളൂ. എന്തൊക്കെ ഒരു ഫാക്ടറി പോലത്തെ ഒരു സംഭവം. ഓ മോനെ, ഇന്ത്യസ് പവർഫുൾ ലോക്കോ. എന്തായിരുന്നു പേര്? ഞാനൊന്ന് നോക്കട്ടെ ഇതിൻ്റെ പേര്. 12 ആയിരുന്നു കേട്ടോ. ഇന്ത്യസ് പവർഫുൾ ആൻഡ് സ്ട്രോങ്സ്റ്റ് ലോക്കോ ആണ് ഇത്. വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല ക്ലിയർ ഉള്ള ഗ്ലാസ് കേട്ടോ. മറ്റേത് എൻ്റെ അമ്മ ഷോകാണ് കേട്ടോ. മറ്റേ ഗ്ലാസ് എന്തൊക്കെ മഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ബ്രൗൺ ബർത്താണ് കേട്ടോ. ഇതാ കുഞ്ഞി വെസ്റ്റ് ഹില്ലിന് പിടിച്ചിട്ടെടുത്തിരിക്കുകയാണ്. ക്രോസിങ്ങിനാണെന്ന് തോന്നുന്നത്. എനിക്ക് ഉറപ്പാണ് ക്രോസിങ്ങിന് ഇരിക്കില്ല. എന്താ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, വെറുതെ പള്ളിപ്പുറത്തൊക്കെ ഇട്ടിട്ട് ട്രെയിനിൽ നിന്നും വരാണ്ട് വെറുതെ ഇടുകയാണ്. ഇങ്ങനെ ട്രെയിനിൽ നിന്ന് വരുന്നുണ്ടാവില്ല. ഞാൻ ഉറങ്ങുമ്പോൾ കൊയിലാണ്ടി മാത്രം സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. വടകര കഴിഞ്ഞിട്ട് കൊയിലാണ്ടി പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ പിടിച്ചു നിർത്തിയ ഒരു ട്രെയിനും വന്നില്ലേ. വെറുതെ നിൽക്കുക അങ്ങനെ. വല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലാണ്ട് അങ്ങനെ വെറുതെ നിർത്തില്ലല്ലോ. അല്ലെങ്കിൽ ക്രോസിങ്. ചേച്ചി മേലെ കയറി കേട്ടോ. അച്ഛമ്മയും അമ്മ ഇരിക്കുകയാണ് കേട്ടോ. ഇതാ അമ്മയ്ക്ക് എന്തൊക്കെയോ വയ്യാത്ത പോലെ ക്ഷീണുണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്ഷീണോ ഇല്ലാത്ത കുഞ്ഞിരിക്കണു. കുഞ്ഞി ഇതാ വല്യമ്മ കേട്ടോ ഗെയ്സ്. വല്യമ്മ ഇതാ ഗെയ്സ് വല്യമ്മ. കോഴിക്കോടെത്താറായിട്ടോ. ഏതൊക്കെയോ വലിയ ബിൽഡിംഗാണ്. സ്റ്റേ ആണ് തോന്നുന്നു, റൂമാണ് തോന്നുന്നു. ഇതൊരു ഫ്ലാറ്റ് ആണ് തോന്നുന്നു. ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് ആയിരിക്കും, എനിക്കറിയില്ല. വെല്ലായിൽ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുവാണ്. വെല്ലായിൽ നല്ല ക്ലിയർ ഗ്ലാസ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഗ്ലാസ്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. വെല്ലായിൽ സ്കിപ്പ് ചെയ്തു പോവാണ്. കഴിഞ്ഞു സ്റ്റേഷൻ. കോഴിക്കോടേക്ക് ഇനി ആകെ 1 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. എന്തൊക്കെയാ ഗ്രാൻഡ് പറഞ്ഞ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലാവില്ല. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബിൽഡിങ്ങും റിസോർട്ട്സ് ഒക്കെ ആണല്ലോ. കോഴിക്കോട് സിറ്റി ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു ചിഹ്നം കണ്ടോ റെയിൽ ക്രോസിന്റെ. ഇവിടെ ഏതൊക്കെയോ റെയിൽ ക്രോസ് ഉണ്ട് തോന്നുന്നു. ഇതാ റെയിൽ ക്രോസ്. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. കോഴിക്കോട് വൈകുന്നേരമായ ഭയങ്കര തിരക്കാണ്. കോഴിക്കോടെത്താറായി കേട്ടോ. ഈ ഒരു പാലം കഴിഞ്ഞാൽ കോഴിക്കോടെത്തും. ഇതാ ഗെയ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി കോഴിക്കോടെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ല,
ഞങ്ങളിവിടെ വിശന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണം. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്നല്ല കോഴിക്കോട് കേട്ടോ. ഞാൻ ഷൊർണൂരാണ്. ഞങ്ങൾ ഷൊർണൂരാണ് നടക്കുന്നത്. ഇതാ കോഴിക്കോടെത്തി. അത്യാവശ്യത്തിന് തിരക്കുണ്ട് കേട്ടോ. അല്ലല്ല ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഗേസ്. നല്ല തിരക്കുണ്ട്. അത്യാവശ്യത്തിനൊന്നല്ല, ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ട്രെയിൻ വന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കോഴിക്കോട്. ഗേസ് കോഴിക്കോട് നിന്ന് എടുത്തു കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് CLT എന്നാണ്. ഇവരുടെ ടോട്ടൽ 4 പ്ലാറ്റ്ഫോമാണ്. ഇതാ വീണ്ടും നിർത്തി. എന്തിനാന്നാവോ? ആരെങ്കിലും ചെയിൻ വലിച്ചിട്ടുണ്ടാവും. ചെയിൻ ഇരിക്കില്ല, നിർത്തി. പിന്നെ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്താ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും നിർത്തി. എന്താണെന്ന് അറിയില്ല. ഇത് അടുത്തു കേട്ടോ. സ്റ്റേഷനിൽ കോഴിക്കോട് നിന്ന് എടുത്തു. ഈ സേതുക്കൂർ റിവറാണ്. അടുത്ത സ്റ്റോപ്പ് ഫെറോക്കാണ് കേട്ടോ. ഫെറോക്ക് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ സ്പീഡ് എടുത്ത് തുടങ്ങി. ഫെറോക്ക് റിവറാണ്. ഫെറോക്ക് റിവർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫെറോക്ക് റിവറാണ്. ഫ്രൈഡേ മോർണിംഗ് ഗോൾഡൻ കളറിൽ ജെയ്സ് ഫെറോക്ക് എത്തിട്ടോ. ഫെറോക്ക് റെയിൽവേ സ്റ്റേഷൻ. ഫെറോക്ക് എത്തി. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒന്നും തിരക്കില്ല. അപ്പുറത്തെ ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. ജനറലിലൊക്കെ നല്ല വൃത്തിയുണ്ടല്ലോ സ്റ്റേഷനൊക്കെ. ഫെറോക്കൊക്കെ പറഞ്ഞു ലൊക്കേറ്റ് ചെയ്തിട്ട് അടിപൊളിയുണ്ട്. ഇതാ നമ്മൾ ട്രെയിൻ ഇരിക്കണിക്കുന്ന ചെന്നൈ മെയിൽ. ഗേസ് ഫെറോക്കൊന്നും എടുത്തു കേട്ടോ. അടുത്ത സ്റ്റോപ്പ് പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി. അടുത്ത സ്റ്റോപ്പ് പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി എത്തിയിട്ടോ. ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ ട്രെയിന്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് PGI എന്നാണ്. ഇവരെ ടോട്ടലി 2 പ്ലാറ്റ്ഫോമാണുള്ളത് പരപ്പനങ്ങാടി. അടുത്ത സ്റ്റോപ്പിന് താനൂറാണ് കേട്ടോ. രാത്രി കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറയാമെന്ന് വിചാരിച്ചാൽ, രാത്രി കഴിയുകൊണ്ട് വിഷ്വൽസ് ഒന്നും കാണാൻ എന്താ പുറത്തുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്സ് പറയാനുള്ള. അപ്പോൾ ഞാൻ ഷൊർണൂർ എത്തുമ്പോഴേ വീഡിയോ എടുക്കുള്ളൂ. പിന്നെ സ്റ്റോപ്സ് പരപ്പനങ്ങാടി കഴിഞ്ഞു. ഇനി താനൂര്, തിരൂര്, കുറ്റിപ്പുറം, പട്ടാമ്പി, പിന്നെ ഷൊർണൂർ. അപ്പോൾ ഇത്ര സ്റ്റോപ്സാണുള്ളത്. അപ്പോൾ നമുക്കിനി ഷൊർണൂർ എത്തുമ്പോൾ കാണാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, രാത്രി ആയതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരുടെ മുഖമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഷൊർണൂർ എത്തുമ്പോൾ കാണാം. ഷൊർണൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവർ പാലക്കാടാണ് നടക്കണത്. ഞങ്ങൾ ഷൊർണൂരാണ് കേട്ടോ. ഇതാ ട്രെയിനോടെ ഷൊർണൂരിനടുത്തിരിക്കുകയാണ്. ഞങ്ങളിവിടെയാണ് നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ട്രെയിൻ എടുക്കാറായി. ഇതവിടെ ചേച്ചി താറ്റ കാണിക്കുകയാണ് കേട്ടോ. അച്ഛമ്മയും താറ്റ കാണിക്കുകയാണ്.
ഗെയ്സ് നമ്മൾ ട്രെയിനിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നമ്മളിതാ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് കേട്ടോ, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്.